ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പിന്നെ വീഡിയോ ഇടാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് സ്ഥിരമായി ഇടാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ സ്ഥലത്തേക്ക് ഒരു പുതിയ അതിഥി വരികയാണ്. ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ്, ഇപ്പോഴാണ് സാധിച്ചു കിട്ടിയത് കേട്ടോ. അപ്പം നമുക്ക് സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എനിക്കെപ്പോഴും ഇങ്ങനെ ഡേ സ്റ്റാർട്ട് ചെയ്യാനാണ് ഇഷ്ടം. അതിനുവേണ്ടി ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ കിച്ചണൊക്കെ നന്നായി ക്ലീൻ ചെയ്യും കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് ഇങ്ങനെ നമ്മൾ സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ട് തുടങ്ങുമ്പോൾ നല്ലൊരു ഉന്മേഷമാണ്, ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് കേട്ടോ എനിക്ക്. ഇത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സാമ്പ്രാണിയൊക്കെ അവിടെ കത്തിച്ച് വെച്ചിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ അതിഥി ഇതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ചില ആൾക്കാർക്കെങ്കിലും ഊഹം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയ അമ്മിക്കല്ലാണ്. പിന്നെ നമ്മുടെ ഒരു അമ്മിക്കുട്ടി, ഇതിനെന്താ നിങ്ങൾ പറയാമെന്നൊക്കെ അറിയില്ല കേട്ടോ. ഇവിടെ തമിഴ്നാട്ടിൽ കുളവി അങ്ങനെ എന്തോ പറയും. നമ്മളവിടെ അമ്മിക്കുഴ, അമ്മിക്കുട്ടി അങ്ങനെയൊക്കെയാണ് പറയാൽ. അപ്പോൾ അത് കല്ല് എന്നെ കൊണ്ട് വെയിറ്റ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് താഴെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇക്ക വന്നതിന് ശേഷം ഞാനത് മേലേക്ക് വെച്ചിട്ട് നമുക്ക് അത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഓൾറെഡി എൻ്റെ അടുത്ത് പഴയ അമ്മിയുണ്ട്. അപ്പോൾ ഈ അമ്മിയുടെ ഒരു ഭയങ്കര കഥയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് അമ്മി വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പുറത്തെ ചേച്ചി അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. നമ്മുടെ മലയാളികൾ നാട്ടിലുള്ളപ്പോൾ അതിനൊരു വില ഉണ്ടാവില്ലല്ലോ നമുക്ക്. നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമുക്കതിനൊരു വില ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അമ്മിക്കല്ല് വേണമെന്ന്. അപ്പം ഞാൻ ഒരുപാട് അരഞ്ഞ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയല്ല കേട്ടോ. അപ്പോൾ വിലയൊക്കെ ചോദിച്ചാലോ ചെറിയ അമ്മിക്കുട്ടിക്കൊക്കെ 1000, 1500 പറയണം കേട്ടോ. ഈ പറയണതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്ന അമ്മി അവിടെ വെച്ചാന്ന് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പഴയ അമ്മി അവിടെ നിന്നൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് ഇക്ക കൊടുന്ന് തന്നതാണത്. പക്ഷെ അത് കൊടുന്ന് തന്നപ്പോൾ ഉണ്ടല്ലോടാ, അതിൽ അരയ്ക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ആ കുഴയല്ല, അത് ഭയങ്കര വെയിറ്റ്. അത് എടുക്കുമ്പോൾ എൻ്റെ 2 കൈകളും വേദനിക്കുക. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ദിവസം നോക്കി, എന്നോട് സാധിക്കണില്ല പറഞ്ഞപ്പോൾ ഞാനത് അതുപോലെ എടുത്തു വെച്ചു. ഇപ്പം നാട്ടിൽ നിന്ന് ഉപ്പയും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇനി നമുക്കതെങ്ങനെയാണ് അതും സീസൺ ചെയ്യണം അത്ര അല്ലേ, അതെങ്ങനെയാണ് സീസൺ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചായ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ രാവിലെ കൊച്ചുങ്ങൾ എണീക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനും എടുക്കാനും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം നമുക്ക് ചായ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ ഈ അടുക്കള. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളൊരു വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഷൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല, കാരണം ഇവിടെ മഴയാണ്. നാട്ടിൽ പോയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു 3 ദിവസം മുമ്പാണ് കേട്ടോ വന്നത്. അപ്പോൾ അതാ എൻ്റെ അമ്മിക്കല്ല് കണ്ടോളൂ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല അധികം, അതായത് അമ്മിക്കോളം നല്ല സുഖം, വെയ്റ്റ്ലെസ്സാണ്. പിന്നെ അത് വെക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഡിസൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ വെള്ളം പോണ സൈഡിൽ വെള്ളം പോണ ഒരു തരത്തിലുള്ള ഡിസൈനും നമ്മൾ കണ്ടു. ഇപ്പം നമുക്കിത് മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊടിയിടാം. ഇതൊക്കെ നമ്മുടെ നോർമൽ റുട്ടീനാണ്, എങ്കിലും വെറുതെ ഒന്ന് കാണിക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ പാത്രം ഞാൻ മീഷോന്ന് വാങ്ങിയ കേട്ടോ. നല്ല പാത്രമാണ് കേട്ടോ. 6 എണ്ണം 199 രൂപയ്ക്ക് വാങ്ങിയതാണ്. പക്ഷെ നല്ല ഇതുണ്ട്, ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മക്കളെ എണീക്കുമ്പോഴേക്കും നമുക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞ് വെക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ചായ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രം കേട്ടോ ഞാൻ പാൽ ചായ കുടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോയാൽ നമ്മൾ കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ ചായ വെച്ചിട്ട് ചൂടോടെ ഇക്കാക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇക്കാക്ക് കൊടുത്തിട്ട് വരാം. എനിക്ക് ഈ ഗ്ലാസ്സായിട്ട് ഇഷ്ടം, എനിക്ക് സ്പെഷ്യൽ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതും പിടിച്ചിട്ട് 4 പുറം നടന്നിട്ട് ചെടീൻ്റെ ഇതൊക്കെ നോക്കി കുടിച്ച് ശീലിച്ചിട്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നല്ല. അപ്പോൾ നമുക്ക് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. മക്കൾക്കുള്ള ചായ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അതേപോലെ ഇക്കാക്ക് വെള്ളം ചൂടാക്കണം. അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇക്കാക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡക്ഷനിൽ വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ അമ്മിയുണ്ടല്ലോ, നമുക്കിതൊന്ന് സീസൺ ചെയ്യണം എന്നത്രേ. അപ്പോൾ അത് നന്നായിട്ട് ആദ്യം വാഷ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ്ബർ ഉപയോഗിക്കാം. ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ചില്ല കേട്ടോ, കാരണം ഇവിടെ കുട്ടികളിലല്ലേ, അപ്പോൾ അത് പൊടിഞ്ഞ് അതിലുണ്ടെങ്കിൽ നമ്മൾ അരക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വയറ്റിലൊക്കെ വെട്ടാലോ എന്നൊരു പേടി. അതുകൊണ്ട് ആദ്യം ഞാൻ അത് എടുത്തില്ല. അതിന് പകരം ആദ്യം ഒന്ന് വെറുതെ കഴുകി കേട്ടോ, നമ്മുടെ അമ്മിക്കല്ല് നന്നായി ഒന്ന് കഴുകി. അപ്പോൾ നല്ല കഴുകണം കേട്ടോ, കാരണം അതിലൊരുപാട് മണ്ണും ചളിയും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളിവിടെ വീതനയുടെ മുകളിലായതുകൊണ്ടേ നമുക്ക് അവിടെയും കൂടെ കഴുകേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തേക്ക് അത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മിക്കുഴ ഉണ്ടല്ലോ, കുളവി അങ്ങനെ കേട്ടോ ഇവിടെ പറയുക, അത് നമുക്ക് നമ്മുടെ സിങ്കിലേക്ക് ഇട്ടുകയാണ് കേട്ടോ. സിങ്കിലിട്ടിട്ട് അത് നന്നായി കഴുകിയെടുക്കണം. അതുപോലെ നമ്മുടെ അമ്മിക്കല്ലിലേക്ക് കുറേ വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു, കാരണം അതിൻ്റെ മേൽഭാഗത്തുള്ള പൊടികൾ മുഴുവൻ പോട്ടെ വെച്ചിട്ടാട്ടോ ഒഴിച്ചുകൊണ്ടേയിരുന്നത്, ഒന്നും വിചാരിക്കണ്ട. അപ്പം നമ്മുടെ കഴുകി കഴിഞ്ഞു. ഇപ്പം ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് അറിയാം, നമ്മുടെ തേങ്ങയുടെ ആ സാധനമല്ലേ, അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ, അത് എടുത്തു കേട്ടോ. കാരണം നമ്മളെ നാട്ടിൽ ചകിരി കിട്ടലുണ്ട്, ഇതിനും ചകിരി തന്നെയാണ്, പക്ഷേ ആ തേങ്ങൻ്റെ അങ്ങനെ കൂർപ്പിച്ച ഭാഗത്തിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എടുത്തിട്ട് നന്നായി ഞാൻ വരുത്തിയിട്ട്, ഇതാകുമ്പോൾ നമുക്ക് കഴുകി കഴിയാൽ നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല, അത് നാരായതുകൊണ്ട് കേട്ടോ. മറ്റേത് കമ്പി ആയതുകൊണ്ട് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം. അങ്ങനെ ഇതാ നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരുപാട് അഴുക്കുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിച്ചു ഒന്നും കൂടിയും കഴുകി. അതേപോലെ തന്നെ നമ്മുടെ അമ്മിക്കുഴയും അതേപോലത്തെ ചകിരി വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട്, അപ്പോൾ ഇത് ക്ലീനിങ് മാത്രമല്ല, ഇതിലിനി ഒരുപാട് പ്രോസസ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കഴുകൽ കഴിഞ്ഞെങ്കിൽ നമ്മുടെ മക്കളൊക്കെ എണീറ്റു കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾക്ക് ബ്രഷ് ചെയ്തിട്ട് അവർക്ക് ചായ കൊടുക്കണ പണിയാണ്. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ ആൾ ആദ്യം തന്നെ എണീറ്റതും അവർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചായയും ഇഡ്ഡലിയും അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനത് ചൂടാക്കി വെച്ച് ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതന്നെ കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വരാം. അപ്പോൾ മോന് കൊടുത്തു കേട്ടോ. അപ്പോൾ വലിയ ആൾക്ക് ഇപ്പോൾ വേണ്ടായിരുന്നു, പിന്നെ ആളുടെ കാര്യങ്ങളൊക്കെ ആൾ തന്നെ ചെയ്തോളൂ കേട്ടോ, അതായത് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ നമുക്ക് നമ്മൾ അമ്മിക്കല്ലിലേക്ക് ഇവരുടെ അയ്യോ വല്ലാത്തൊരു അമ്മിയെന്ന് വിചാരിക്കരുത് കേട്ടോ. നമുക്കൊരു സാധനം കിട്ടുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതാ ഞാനൊരു ഈ അമ്മി സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ പഴയ പേപ്പേഴ്സ് ഇല്ലേ, അപ്പോൾ ഞാൻ മോനെ എഴുതി കീറിക്കളഞ്ഞ പേപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് നമുക്ക് നന്നായി സോക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിത് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരയ്ക്കാൻ ആ പേപ്പറും ഉപ്പും പാടെ കൂട്ടിയിട്ടാണ് അരയ്ക്കണത്. അപ്പോൾ ചില ആൾക്കാർ തവിട് ഇടും, ചില ആൾക്കാർ ഈ അരിയൊക്കെ ഇട്ടിട്ടാണ് അരയ്ക്കുക കേട്ടോ. അപ്പോൾ എനിക്കിതൊന്നും ഇവിടെ കിട്ടിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തവിട് കൊണ്ട് മറന്നും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പും പേപ്പറിട്ട് നന്നായി അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി അരച്ചെടുക്കണം. ചില സമയത്ത് ഈ പേപ്പറിൻ്റെ നിറം തന്നെ മാറിപ്പോകും കേട്ടോ, അതിലുള്ള മണ്ണും ചളിയും കാരണം. അപ്പോൾ ഞാൻ ഓൾറെഡി 2-3 പ്രാവശ്യം കഴുകി, പിന്നെ ചകിരിയിട്ടൊക്കെ വരുത്തിയും കൊണ്ട് അത്ര വൃത്തിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായി ഇങ്ങനെ മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല, അതുപോലെ നന്നായി നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് അരച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ അരക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു.